ഹലോ, ഇന്ന് വൈകിട്ടത്തെ ചായക്കുള്ളൊരു പലഹാരം റെഡിയാക്കാൻ പോവാണ് കേട്ടോ. ഞാൻ പിള്ളേർ സ്കൂൾ വിട്ട് വരാനായിട്ടുണ്ട്. അപ്പോൾ അവർ വരുമ്പോഴേക്കും നല്ല ചൂടുള്ളൊരു പലഹാരം ഉണ്ടാക്കി വെച്ചാലോ എന്ന് വിചാരിക്കുകയാണ്. വേറെ ഒന്നല്ല ഉണ്ടാക്കണത്, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഞങ്ങൾ ഇതിനെ ലവ് ലെറ്റർ എന്നാണ് കേട്ടോ പറയാറുള്ളത്. ഇതുണ്ടാക്കുന്ന രീതിയും ഇതിൻ്റെ ഉള്ളിൽ ചേർക്കണ മധുരമൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇതിനെ ലവ് ലെറ്റർ എന്ന് വിളിക്കുന്നത്. ഇതിൽ നാളികേരത്തിൽ കുറച്ച് ഏലക്കപ്പൊടി ഇട്ട് കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് നല്ലപോലെ തിരുമ്പി മാറ്റി വെച്ചിട്ട് കുറച്ച് മൈദപ്പൊടി വേറൊരു ബൗളിലെടുത്ത് അതിൽ കുറച്ച് ഉപ്പും ചേർത്ത് വെള്ളമൊക്കെ ചേർത്ത് നല്ലപോലെ ഇങ്ങനെ കലക്കി നല്ല സോഫ്റ്റാക്കി എടുക്കാം. എന്നിട്ട് ആ മാവ് അടപ്പത്ത് വെച്ചിട്ട് ഇങ്ങനെ നല്ല ദോശ പരത്തുന്ന പോലെ നൈസായിട്ട് ഇങ്ങനെ പരത്തിയിട്ട് അതിൻ്റെ അടി അധികം മൂക്കാതെ തന്നെ അതെടുത്ത് വേറൊരു പ്ലേറ്റിൽ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ നാളികേരത്തിൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഈ നാളികേരത്തിൻ്റെ ഫില്ലിങ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിങ്ങനെ ചുരുട്ടിയിട്ട് നമ്മൾ അതിൻ്റെ രണ്ട് സൈഡിലത്തെ ഏറ്റവും തമ്മിൽ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ നാളികേരം പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വീണ്ടും നമ്മൾ അടുപ്പത്ത് ഇട്ടിട്ട് അത് കുറച്ച് നെയ്യോ വെളിച്ചെണ്ണയോ അങ്ങനെ എന്തെങ്കിലും ചേർത്തിട്ട് അതിങ്ങനെ നല്ലപോലെ ഇങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് മൊരിയിച്ചെടുക്കും. അപ്പോൾ അതാണ് കേട്ടോ ഈ പലഹാരം. അതിൻ്റെ പേരിലാണ് ഞങ്ങൾ ഇതിന് ലവ് ലെറ്റർ എന്ന് പറയുന്നത്. ചില ഭാഗത്ത് ഇതിനെ മുട്ടക്കൊഴലപ്പം എന്ന് പറയും കേട്ടോ. അപ്പോൾ അത് മൈദപ്പൊടിയിൽ മുട്ട ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കുമ്പോഴാണ് ഇതിന് മുട്ടക്കൊഴലപ്പം എന്ന് പറയണമെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ അത് കണ്ടില്ലേ, ഞാൻ എൻ്റെ അപ്പമൊക്കെ റെഡിയാക്കി കഴിഞ്ഞപ്പോഴേക്കും പിള്ളേർ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അവർക്ക് ചായ കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഞാൻ. അപ്പോൾ എന്തായാലും ഇന്ന് അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള പലഹാരമായിരിക്കും ഇതെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. കാരണം അവർക്ക് ഇങ്ങനെ മധുരമൊക്കെ ഇട്ട് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കണ്ണ് തെറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പഞ്ചസാരയൊക്കെ എടുത്ത് കഴിക്കുന്ന ടീമാണ്. പഞ്ചസാര അത്ര നല്ലതല്ല എങ്കിലും നമ്മളിങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു പലഹാരമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിൽ കുറച്ച് നമ്മൾ തിരുമ്പിയൊക്കെ ചേർക്കുമ്പോൾ അതിന് കുറച്ച് സ്വാദ് കൂടുമല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ്